ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇടിച്ചക്ക തോരനുണ്ടാക്കാം. അപ്പോഴേ ഞാനിത് കണി കാണാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ചക്കയാണ്. നമുക്കിതിൻ്റെ പകുതി എടുത്ത് തോരനുണ്ടാക്കാം. നമ്മുടെ ഇടിച്ചക്ക തോരനൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ചക്കയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കാം. ഇടിച്ചക്കയൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകം, ഒരൽപ്പം കുരുമുളക്, അതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. വേവിച്ചെടുത്ത ചക്ക നമുക്കൊരു കോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാം. ചക്ക തോരൻ വെക്കാനുള്ള പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, പക്ഷെ നല്ല ടേസ്റ്റാണ്. പെരിഞ്ജീരകം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ച് വച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്കയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ഇടിച്ചക്ക തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെരിഞ്ജീരകം ഇട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.